നമസ്കാരം. എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും കെ. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ എത്തിയതോടെ കേരളത്തിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ബി.ജെ.പിയിലേക്ക് മാറിയവരെ ചൊല്ലി പൊരിഞ്ഞ രാഷ്ട്രീയ യുദ്ധമാണ് നടക്കുന്നത്. ബംഗാളിൽ നിന്ന് CPM ഏരിയ കമ്മിറ്റികൾ ഒന്നിച്ച് ബി.ജെ.പിയിൽ പോയതിന്റെയും CPM MLA-മാരും MP-മാരും അടക്കമുള്ള പ്രമുഖർ ബി.ജെ.പിയിൽ ചേർന്നതിന്റെയും ലിസ്റ്റ് എടുത്തിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധം തീർക്കുന്നത്. അതിനിടയിലാണ് ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് BRM ഷെരീഫ് മുൻ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ മക്കൾ ബി.ജെ.പിയിൽ പോയി എന്ന് പറഞ്ഞ് വിവാദത്തിൽപ്പെട്ടു. സത്യത്തിൽ മണിക് സർക്കാരിന് മക്കൾ ഉണ്ടായിരുന്നില്ല. വാട്സപ്പിൽ കിട്ടുന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്യാതെ പറഞ്ഞ ഷെരീഫ് ഇപ്പോൾ പുലിവാല് പിടിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി കെ. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നതിന് പിന്നാലെ നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണത്തിൽ ഉള്ളത്. ഇത്തരത്തിലൊന്നായിരുന്നു ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ മണിക് സർക്കാരിന്റെ മക്കൾ ബി.ജെ.പിയിൽ ചേർന്നു എന്നത്. ഒരു ഫോട്ടോയും ഇതിനൊപ്പം പ്രചാരണത്തിലുണ്ട്. ചുവപ്പ് നരച്ചാൽ കാവി, ത്രിപുര CPM മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ മകളും മകനും ബി.ജെ.പിയിൽ ചേർന്നു എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിച്ചത്. എന്നാൽ പ്രചാരത്തിലുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ഇന്ത്യ ടുഡേയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. മണിക് സർക്കാരിനും ഭാര്യ പാഞ്ചാലി ഭട്ടാചാര്യയ്ക്കും മക്കളില്ല. ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ കുടുംബത്തെക്കുറിച്ചാണ് ആദ്യം അന്വേഷണം നടന്നത്. ഭാര്യയായ പാഞ്ചാലി ഭട്ടാചാര്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം തന്നെ ലഭിച്ചുവെങ്കിലും മക്കളെക്കുറിച്ചുള്ള സൂചനകൾ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. വിശദമായ പരിശോധനയിലൂടെ മണിക് സർക്കാരിനെ കുറിച്ച് NDTV പ്രസിദ്ധീകരിച്ച ലേഖനം ലഭ്യമായി. 2000 രൂപ ബാങ്ക് ബാലൻസ് ഉള്ള ദരിദ്രനായ മുഖ്യമന്ത്രി എന്നാണ് 2018 ഫെബ്രുവരി 1 പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ NDTV മണിക് സർക്കാരിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. ഈ ലേഖനത്തിന്റെ 6ാമത്തെ ഖണ്ഡികയിൽ മണിക് സർക്കാരിനും ഭാര്യ പാഞ്ചാലി ഭട്ടാചാര്യയ്ക്കും മക്കളോ ആശ്രയിക്കുന്ന ആളുകളോ ഇല്ല എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. മണിക് സർക്കാർ 1998 മുതൽ 2018 വരെ 20 വർഷക്കാലം ത്രിപുരയുടെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച നേതാവാണ്. താലിബാരി നിയമസഭാ മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത്. മുഖ്യമന്ത്രിയായിരിക്കെ ലഭിച്ച ശമ്പളം ഉൾപ്പെടെ പാർട്ടിക്ക് സംഭാവനയായി നൽകിയ ഇദ്ദേഹം കേന്ദ്ര സർക്കാർ ജീവനക്കാരിയായിരുന്ന ഭാര്യയ്ക്കൊപ്പം ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. മണിക് സർക്കാരിനെ കുറിച്ച് 6 വർഷം മുൻപ് മാതൃഭൂമി ന്യൂസ് നൽകിയ റിപ്പോർട്ടും പുറത്തു വന്നു. പ്രചാരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ചിത്രത്തിൽ കാണുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബി.ജെ.പി നേതാക്കളെയാണ്. ഈ ചിത്രത്തിന്റെ യഥാർത്ഥ സന്ദർഭം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും പ്രചാരത്തിലുള്ള പോസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നും മണിക് സർക്കാരിന് മക്കളില്ല എന്നും വ്യക്തമായി.